Good morning. 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 Good Good morning. morning, ma'am. Morning. Good Good morning. morning. Good Good morning. afternoon. Time and keep mark that. Grand message and Good Good morning. morning. Good morning, ma'am. Good afternoon. Good afternoon, teacher. Good afternoon. Good afternoon, ma'am. Hello. And the class ഒരു prayer song കൊണ്ട് start ചെയ്യാട്ടോ. എല്ലാവരും prayer പറയാനായിട്ട് കൈകൾ കൂപ്പി നിൽക്കാട്ടോ. God's love is wonderful. God's love is so wonderful. God's love is so wonderful. I wonderful love. So high you can't get over it. So high you can't get over it. So deep you can't get under it. So deep you can't get. So wide you can't get around it. So wide you can't get around it. Oh, I wonderful love. Oh, I wonderful love. Love's God is so wonderful. Love's God is so wonderful. Love's God is so wonderful. Oh, I wonderful love. Okay. എന്റെ പേര് അബ്രഹാം. എല്ലാവർക്കും ക്ലിയർ ആവുന്ന വോയിസ് ഒക്കെ വോയിസ് ക്ലിയർ ആവുന്നില്ല. ക്ലാരിറ്റി ഇല്ല. ഭയങ്കര പട്ടിയുടെ സൗണ്ട്. ക്ലാരിറ്റി കുറവാ. മാം ചിലര് മ്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട്. ഓക്കെ ഓക്കെ ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് ഓൾമോട്ട് മ്യൂട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്തേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം മ്യൂട്ട് ഓൺ ആക്കിയിട്ട് സംസാരിച്ചാൽ മതി. അല്ലാത്ത സമയത്ത് എല്ലാവരും മ്യൂട്ട് ആയിട്ട് വെക്കാം കേട്ടോ. ഇന്ന് ഓരോരുത്തരോട് പേരെടുത്ത് ചോദിക്കാം അല്ലെങ്കിൽ പറയാട്ടോ കാര്യങ്ങള്. ഇന്നലെ അല്ലായിരുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ്? യെസ്. അതെ അതെ. അതെ അതെ.
അപ്പൊ എന്റെ പേര് അപർണ എന്നാണ് കേട്ടോ. ഞാൻ വരുന്നത് നോർത്ത് പറവൂർ എന്ന് പറയും, എറണാകുളം ജില്ലയിലാണ്. നമുക്ക് ഓരോരുത്തർക്കും സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ. നിങ്ങളൊക്കെ പല സ്ഥലത്തുനിന്നായിരിക്കും ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാ, ഓരോരുത്തര് വീഡിയോ ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യാ, ഓരോരുത്തര് അവരുടെ പേരും അവരുടെ സ്ഥലവും പറയാട്ടോ. ഓക്കെ, Yes. ഓരോരുത്തര് പറഞ്ഞോട്ടാ. ഞാൻ വീഡിയോ ഓൺ ആയിട്ട് പറഞ്ഞോ. എന്റെ പേര് അഹല്യ. ഞാൻ തൃശ്ശൂര്. എൻ്റെ പേര് ഫർസാന. ഞാൻ തിരുവനന്തപുരം കണിയാപുരത്ത് നിന്ന് വരുന്നു. ഫർസാന. Hello. ക്ലിയർ ആവണ്ട പറയണത്. എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞു. ഇല്ല, ക്ലിയർ. ലോങ് ഡിസ്റ്റൻസ് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഓക്കെ, പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് നോക്കട്ടെ കേട്ടോ. ട്രൈ ചെയ്യാം. സാന്ദ്ര, സെൽഫ് ഇൻട്രൊഡക്ഷൻ. എന്റെ പേര് സാന്ദ്ര സെബാസ്റ്റ്യൻ. വീട് കോളിച്ചാൽ, കാസർഗോഡ് ജില്ല. എവിടെയാണ്? കോളിച്ചാല്, കാസർഗോഡ് ജില്ല. ഓക്കെ ഓക്കെ. നിജി മനീഷ്. എന്റെ പേര് നജ്മി. ഞാൻ എറണാകുളം മൂവാറ്റുപുഴ. ഓക്കെ. മായ ജോൺസൺ. ഓക്കെ. ക്യാമറ ഓൺ ആക്കാൻ പറ്റുമെങ്കിൽ ക്യാമറ ഓൺ ആക്കിയിട്ട് പറഞ്ഞോ. ഈ ഒരു ക്ലാസ്സിൽ മാത്രം നമ്മ ഇങ്ങനെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുന്നല്ലേ. Hi. Hello, ma'am. Mumtaz, Wayanad. ഓക്കെ, ഞാൻ പേര് വിളിക്കാട്ടാ. ഫർസീന. ഫർസാന. എവിടുന്നാണ്? ഞാൻ പറയണത് ക്ലിയർ ആയിട്ട് കേൾക്കണ്ട. മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ക്ലിയർ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. ക്ലിയർ ആണെങ്കിൽ ഓക്കെ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ. ഡിസ്കഷന്റെ ടൈം ആവുമ്പോ ഞാൻ മ്യൂട്ട് ഓൺ ആക്കിക്കോളാം കേട്ടോ. അപ്പം ഞാൻ എടുക്കുന്ന ചാപ്റ്റർ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ചാണ് പറയണത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു പീരീഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമാണ് നമ്മുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാല്.
എല്ലാവരുടെ ജീവിതത്തിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മ ആലോചിക്കുന്നതും ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നതും വീണ്ടും നമുക്ക് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് നമ്മുടെ ഓരോരുത്തരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. നമുക്ക് അത്രയും ഇഷ്ടമാണ്. ഈ കുട്ടിക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവര് നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ടും പുറത്ത് എല്ലാവരായിട്ടും ഭയങ്കരമായിട്ട് കൂടുതൽ നമ്മളെക്കാളും കൂടുതൽ പ്രകൃതിയായിട്ടും മണ്ണായിട്ടൊക്കെ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളവർക്കാണ് കുട്ടികൾക്കാണ്, നമ്മുടെ ഓരോ കുട്ടികൾക്കാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് കളിക്കാൻ പോകും, അതേപോലെ പാടത്തും പറമ്പത്തൊക്കെ പോകും, കുളങ്ങളിൽ പോയി കുളിക്കും. അതേപോലെ സ്കൂളിലൊക്കെ ആവുമ്പോൾ അവർ കുട്ടികളായിട്ട് കുറെ കുട്ടികളായിട്ട് ഇങ്ങനെ ഇന്ററാക്ഷൻസ് ഒക്കെ വന്നിട്ട് അവരൊരു എന്താ പറയാ ഭയങ്കര ഒരു നമ്മളെക്കാളും കൂടുതൽ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യണതും കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യണതും നമ്മുടെ പരിസ്ഥിതിയായിട്ട് മിങ്കിൾ ചെയ്യണതും കുട്ടികളാണ്. അപ്പൊ കുട്ടികളില് നമ്മൾ ഈ കാലയളവിൽ കുട്ടികളിൽ കാണുന്ന അസുഖങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യണത്, കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്. അപ്പൊ ഈ കുട്ടികളിൽ ഈ എന്താ പറയാ മറ്റുള്ള കുട്ടികളിൽ നിന്ന് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ സ്കൂളിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് അടുത്ത ദിവസം തന്നെ നമ്മുടെ അടുത്ത കുട്ടിക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളിൽ ഇമ്മ്യൂണിറ്റി കുറവാണ്. കാരണം അവർ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, പ്രതിരോധം കുറച്ച് കുറവായിരിക്കും. നമ്മൾ അത്യാവശ്യം നല്ല വളർച്ചയ്ക്ക് ആളെക്കാളും ഇമ്മ്യൂണിറ്റി കുട്ടികൾക്ക് കുറവായിരിക്കും. അപ്പൊ പെട്ടെന്ന് അവർക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കുട്ടികളിൽ കൂടുതലാണ്. നമ്മളെ അപേക്ഷിച്ച് കുട്ടികളിൽ പെട്ടെന്ന് അസുഖം വരാനുള്ള ചാൻസ് എങ്ങനെയാണ്? കൂടുതലാണ്. അപ്പൊ എന്തൊക്കെ കാരണം കൊണ്ടാണ് കുട്ടികളുടെ അസുഖം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ ഈ ആൾക്കാർ തമ്മിൽ അല്ലെങ്കിൽ ഈ അസുഖമുള്ള ഒരു വ്യക്തിയായിട്ട് ഇടപെടുന്ന കാരണം നമുക്ക് അസുഖങ്ങൾ വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം വരാം. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫുഡിൽ കൂടെ അല്ലെങ്കിൽ വാട്ടറിൽ കൂടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ആയിട്ട് എയർ ആ വഴി ഇൻഫെക്ഷൻ വന്നിട്ട് നമുക്ക് അസുഖങ്ങൾ വരാം. അപ്പൊ മറ്റുള്ള ആളിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന അസുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ ആണ് ഈ കൊറോണ, എക്സാമ്പിൾ ആണ്. ചെറുതായിട്ട് പറഞ്ഞുള്ളൂ, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അതേപോലെ ചുമ, പനി എല്ലാം ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റൊരു കുട്ടിക്കും കൂടി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മളൊക്കെ ടീച്ചർമാരായിട്ട് ഇനി ഓരോ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് എന്ത് അസുഖമാണെന്ന് തിരിച്ചറിയാനും അതിനെന്താണ് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്നുള്ളത് മനസ്സിലാക്കണം. അസുഖമായി തന്നെ മനസ്സിലാക്കുകയും വേണം. നമ്മ കുട്ടികളിൽ വരുന്ന അസുഖങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോണേട്ടാ. അപ്പൊ ഞാൻ ഇത് വായിച്ചിട്ട് മലയാളം എക്സ്പ്ലനേഷൻ തരും, മലയാളത്തിൽ പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യൂണിറ്റ് 4 കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ്. Children get various kinds of disease due to absence of immunity. ഞാൻ പറഞ്ഞു കുട്ടികളിൽ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത്. നമ്മുടെ വീട്ടിലും കുട്ടികൾ ഉണ്ടാവും, ആ കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം വരാൻ എന്തുകൊണ്ടാണ്? ഇമ്മ്യൂണിറ്റി കുറവുകൊണ്ടാണ്. ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? അവർക്ക് അത്യാവശ്യം പച്ചക്കറികളും പഴങ്ങളൊക്കെ ഉള്ള ഫുഡുകൾ കൊടുക്കാൻ നോക്കാം. അങ്ങനെ അവർ എന്ത് ചെയ്യാം? കുറച്ച് ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നോക്കാം. As children are disclosed to surroundings and childhood is the period of continuous change, they are likely to suffer from diseases because of harmful forces in the environment. എന്താ പറയണത്? നമ്മുടെ കുട്ടികൾ കുറച്ചും കൂടി സറൗണ്ടിങ്സ് ആയിട്ട് എന്താണ് ഡിസ്ക്ലോസ് ആണ്, അവർ കുറച്ചും കൂടി ക്ലോസ് ആണ്, നമ്മളെക്കാളും കുറച്ചും കൂടി ക്ലോസ് ആണ്. ചൈൽഡ്ഹുഡ് എന്ന് പറയണത്, കുട്ടിക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന പീരീഡാണ്. ഓരോ ദിവസവും അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മാറിക്കൊണ്ടിരിക്കുകയാണ്, അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ കുട്ടികളിൽ എങ്ങനെ പ്രത്യേകിച്ച് ഡിസീസുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഹാർംഫുൾ ആയിട്ട് എൻവയോൺമെന്റ് ഫോഴ്സിൽ നിന്ന് ഹാർംഫുൾ ആയിട്ടും കുട്ടികൾക്ക് അസുഖങ്ങൾ വരാറുണ്ട്. ദേ ആർ ത്രെഡ്സ് ടു ഹ്യൂമൻ ഹെൽത്ത്. നമ്മുടെ കുട്ടികളുടെ ഹെൽത്തിന് അത് ത്രെഡ്സ് ആണെന്ന് വെച്ചാല് ദോഷകരമായിട്ടാണ് അത് ബാധിക്കുന്നത്. ഞാൻ പറയണത് ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ കുട്ടിയുടെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ആർക്കെങ്കിലും ക്ലിയർ അല്ലെങ്കിൽ അപ്പൊ തന്നെ പറയാം കേട്ടോ. ഓക്കെ കേട്ടോ. നമ്മുടെ ഹ്യൂമൻ ലൈഫിന് എങ്ങനെയാണ് അത് ത്രെഡ്സ് ആണ് പറഞ്ഞത്. അവരുടെ ലൈഫ് ഹെൽത്തിന് അത് വളരെയധികം മോശമായിട്ട് ബാധിക്കും ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ. ഡിസീസസ് മേ ബി കോസ്ഡ് ബൈ ജേംസ്, പാരസൈറ്റ്സ്,
poisons. Disease are mainly two types. ഈ ഡിസീസസ് മെയിൻ ആയിട്ട് എങ്ങനെ വന്നത് ജെൻസി, ബാക്ടീരിയ, വൈറസ്, അതേപോലെ പാരസൈറ്റ് അങ്ങനെയൊക്കെ വന്നുകൊണ്ട് വന്ന അസുഖങ്ങളുണ്ട്. നമ്മുടെ ഡിസീസിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കണേ? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിന് കണ്ടാജീനിയസ് ആൻഡ് ഇൻഫെക്ഷൻ. കണ്ടാജീനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവും. അത് കുറച്ച് ക്രിട്ടിക്കൽ ആണ് എന്ന് വെച്ചാൽ ഭയങ്കര ശ്രദ്ധിക്കേണ്ട അസുഖമാണ്. അത് അതിന്റെ ജെയിംസ് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിരിക്കും. പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ആ കുട്ടീനെ അല്ലെങ്കിൽ ആ അസുഖം വന്ന ആള് ക്രിട്ടിക്കൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്ത് അസുഖങ്ങളില്? കണ്ടാജീനിയസ് ഡിസീസില്. ഇനി അടുത്ത അസുഖമാണ് ഇൻഫെക്ഷണൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ വഴി നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇൻഫെക്ഷനും എന്തൊക്കെയാണ് മീഡിയം ഓഫ് ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ മലിനമായ ഫുഡോ അല്ലെങ്കിൽ തുറന്നിരുന്ന ഫുഡ്, ഈച്ചയൊക്കെ വന്നിരിക്കുന്ന ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ വരും. അതേപോലെ ശുദ്ധമല്ലാത്ത വായു ശ്വസിക്കുന്നതുകൊണ്ട് തന്നെ അസുഖങ്ങൾ, ശുദ്ധമല്ലാത്ത വെള്ളം, മലിനമായ വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ അസുഖങ്ങൾ. അതൊക്കെയാണ് ഇതിൽ വന്നത്, ഇൻഫെക്ഷൻ ഡിസീസിൽ വന്നത്. നോക്കാം. Diseases are mainly two types, contagious and infectious. Contagious spread from one person to another person through contact. ഒരു വ്യക്തിയായിട്ട്, ആ അസുഖമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്ക് ഈ അസുഖം വരുന്നത്. എന്താ പറയാ, ഉമിനീരിലൂടെ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ഒക്കെ നമുക്ക് ആ അസുഖം എയറിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും നമുക്ക് ആ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. Okay, contagious spread from one person to another through contact. The germs of these diseases are very strong. ഈ ഇങ്ങനത്തെ ഡിസീസിന്റെ ജെയിംസ് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. പെട്ടെന്ന് അതകത്ത് ചെല്ലാനും നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ചെല്ലാനും പെട്ടെന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ അറ്റാക്ക് ചെയ്യാനും അവർക്ക് പറ്റും. They spread easily. അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യുമ്പോൾ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ചീസ് ചെയ്യുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെയാണ് അത് സ്പ്രെഡ് ചെയ്യണത്. അതേപോലെ തന്നെ ഉമിനീര് വഴി സ്പ്രെഡ് ആവും. ക്രിട്ടിക്കലി പെട്ടെന്ന് അത് ക്രിട്ടിക്കൽ ആവാനുള്ള ചാൻസും കൂടുതലാണ്. ആ അസുഖം ബാധിക്കുന്ന വ്യക്തി പെട്ടെന്ന് എന്ത് ചെയ്യാനായിട്ട് രോഗം വഷളാവാനുള്ള ചാൻസും കൂടുതലാണ്. The medium of infection disease is food. ഇനി ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടുവരുന്ന അസുഖങ്ങള്. അപ്പൊ ഇൻഫെക്ഷൻ ഡിസീസ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫുഡ് വഴി വരാം, എയർ വഴി വരാം, വാട്ടർ വഴി വരാം. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻഫെക്ഷൻ ഡിസീസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ചാണ്. കുട്ടിക്കാലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികളൊക്കെ എന്താണ് കൂടുതൽ എൻവയോൺമെന്റ് ആയിട്ടും മറ്റുള്ള കുട്ടികളായിട്ടും കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് കോണ്ടാക്ടിൽ വരുന്ന ഒരു ഏജ് ആണ്. അവർ കളിക്കാനും അതേപോലെ തന്നെ സൈക്കിൾ ഓടാൻ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരൊക്കെ എന്താണ് കൂടുതലായിട്ട് കുട്ടികളായിട്ട് എന്തെങ്കിലും മിങ്കിൾ ചെയ്യുന്നത്. അതേപോലെ ക്ലാസ് റൂമിൽ ഒരുമിച്ചിരിക്കുകയാണ്, ഒരു 10-50 പിള്ളേർ ഒരുമിച്ചിരിക്കുകയാണ് ഒരു ക്ലാസ് റൂമിൽ. അപ്പൊ ഒരു കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ ക്ലാസ് റൂം ക്ലോസ്ഡ് ആണല്ലോ. അപ്പൊ അവിടെ ഉള്ള ഒരു കുറച്ച് കുട്ടികൾക്കും കൂടി ആ അസുഖം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ കുട്ടികളിൽ എന്ത് വരുന്നുണ്ട്? ഡിസീസുകൾ വരുന്നുണ്ട്, അതിന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് കുട്ടികൾ എങ്ങനെയാണ് പെട്ടെന്ന് അവർക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടികളിൽ എന്താണ്, കുട്ടികൾ കളിക്കാനൊക്കെ പോകും പുറത്ത്, എൻവയോൺമെന്റിൽ നമ്മുടെ പറമ്പിലും പരിസരത്തൊക്കെ കളിക്കാൻ പോകും. കളിക്കാനൊക്കെ പോകുന്നത് കൊണ്ടും അവർക്ക് എന്താണ്, പുറത്ത് മണ്ണിലെല്ലാം നല്ല ബാക്ടീരിയാസ് ഒക്കെയാണ് മണ്ണിൽ അല്ലെങ്കിൽ കളിക്കുന്ന സ്ഥലത്തൊന്നും നമുക്ക് പറയാൻ പറ്റൂല. മോശമായിട്ട് അസുഖം വരുത്തുന്ന ഇതിലും ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താ നമ്മുടെ കുട്ടികളുടെ ഹെൽത്തിനെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. അമീബിക് ജ്വരം എന്ന് പറയുന്ന ഒരു അസുഖം ഇപ്പൊ ഈ ഇടയായിട്ട് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യട്ടെ. അസുഖം വന്ന ആൾക്കാരെ മരണപ്പെടുന്നതും അത് ഇപ്പൊ നമുക്കിപ്പോ കോമൺ ആയിട്ട് കേൾക്കുന്നുണ്ട്. 2-3 കുട്ടികൾക്കൊക്കെ വന്നതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം ഇവർ ശുദ്ധമല്ലാത്ത അല്ലെങ്കിൽ മലിനമായ വെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മലിനമായ വെള്ളം അങ്ങനെയൊക്കെ ഈ സിൽവസ്ട്രോ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടല്ലോ, ഈ പാർക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയത് കൊണ്ടാണ് ഇത് വന്നതെന്നൊക്കെയാണ് ഇപ്പൊ പറയണത്. അപ്പൊ എന്താണ് ഇത് ഒരു അമീബിക് ജ്വരം എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷണൽ ഡിസീസ് ആണ്. അത് വാട്ടറിലൂടെയാണ് സ്പ്രെഡ് ചെയ്തത്. ആ ഒരു കുട്ടിയുടെ ഹെൽത്തിനെ വളരെയധികം മോശമായിട്ടാണ് അത് ബാധിച്ചത്. പിന്നെ ആ കുട്ടി നമുക്ക് പറയാൻ പറ്റില്ല, ആ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത്. നമ്മുടെ കുട്ടികളോട് എല്ലാവരോടും പറയാം, എന്താണ് ഒരു കാരണവശാലും ഇങ്ങനെ കെട്ടിക്കിടക്കണ വെള്ളങ്ങളിലൊന്നും പോയി കളിക്കരുത്.
അതേപോലെ നീന്താനോ അങ്ങനെ ഒന്നും പോകരുത്. നല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾക്ക് നീന്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ശുദ്ധമല്ലാത്ത ജലങ്ങളിലൊന്നും പോകരുത്. അതേപോലെ ഫുഡ്, തുറന്നിരിക്കുന്ന ഫുഡ് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, കഴിക്കാൻ പാടില്ല. ഈച്ചയൊക്കെ വന്നിരിക്കുന്ന ഫുഡ് ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. അതേപോലെ നമ്മളിപ്പോ കൂടുതലായിട്ട് പിള്ളേരൊക്കെ എങ്ങനെയാണ് പുറത്തൊക്കെ പോകുമ്പോൾ ജ്യൂസ് അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജ്യൂസ് ഒന്നും നമ്മൾ മാക്സിമം നമ്മുടെ വീട്ടിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് നമ്മ നല്ല വെള്ളത്തിൽ ജ്യൂസ് അടിച്ചു കൊടുത്തു, അല്ല പുറത്തുനിന്നൊന്നും വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കരുത്. നമ്മളായാലും കൊടുക്കരുത്, നമ്മുടെ കുട്ടികളോട്, നമ്മുടെ സ്കൂളിൽ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളോടും പറയാം, നിങ്ങളൊന്നും ഇങ്ങനെ കഴിക്കരുത്. വീട്ടിൽ വാങ്ങിച്ച് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിച്ചു, അത് കുഴപ്പമില്ല. അമ്മമാരോട് പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് കഴിച്ചു, അത് കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും പുറത്തുനിന്ന് സാധനം നമുക്ക് അനുസരിച്ച് ചെയ്യരുത്. കാരണം അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത് അങ്ങനെ നമ്മൾ മലിനമായിട്ടുള്ള ജലം വെച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമുക്ക് കുടിക്കണമെങ്കിൽ നമുക്കത് വൈറൽ ഇൻഫെക്ഷൻസ്, വേറെ അസുഖങ്ങളൊക്കെ ആയിട്ട് തിരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ നമ്മൾ ഭക്ഷണമൊക്കെ തുറന്നിരിക്കുന്ന ഭക്ഷണം ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, കൺസ്യൂം ചെയ്യരുത്, കഴിക്കരുത്. അതേപോലെ തന്നെ എല്ലാവരും ഉത്തരവാദിത്വമാണ് ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഡബ്ബയിൽ സൂക്ഷിക്കണം. ഓക്കെ, കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിസ്, അപ്പൊ നമുക്ക് നോട്ട്സ് ഒക്കെ എങ്ങനെയാ മലയാളത്തിൽ എഴുതാന്? അല്ല ഇത് തന്നെയാ? ഇപ്പൊ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന PDF ആയിട്ടുള്ള നോട്ട്സ് ആണ്. ഈ നോട്ട്സ് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമുക്ക് ഇംഗ്ലീഷിലാണല്ലോ ഇനി വന്നത്. അപ്പൊ എക്സാം ഇംഗ്ലീഷിലുണ്ടാവുക? മോക്ക് ടെസ്റ്റ് ഒക്കെ ഇംഗ്ലീഷിലാണ് വരുന്നത്. മോക്ക് ടെസ്റ്റും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പോലെയാണോ? അതെ അതെ, മോക്ക് ടെസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പോലെയാണ്. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു ചാപ്റ്റർ കഴിയുമ്പോഴായിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പൊ ലാസ്റ്റ് ഒരു ടൈം കഴിയുമ്പോ എക്സാം ഒക്കെ ആവുമ്പോ, മെയിൻ എക്സാം ഒക്കെ ആവുമ്പോ നിങ്ങൾക്ക് അതെടുത്ത് റെഫർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആദ്യം കുറച്ച് തിയറി പോർഷൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യണത്. ഞാനൊക്കെ തിയറി ആണ് ആദ്യം എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രാക്ടിക്കൽ സെഷൻ വന്നിട്ട് അപ്പൊ ആദ്യം നമ്മുടെ തിയറീസ് ഒക്കെ ഡിസ്കസ് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോണത്. ഓക്കെ മിസ്, മേഡം നമുക്ക് ഇതിന് സെപ്പറേറ്റ് നോട്ട് ഉണ്ടോ? മിസ്സേ, എന്റെ പേര് ചെന്നി, മലപ്പുറം ജില്ല അരീക്കോട് നിന്നാണ്. നമുക്ക് നോട്ട്സ് നിങ്ങൾ PDF ഫയൽ അയക്കുന്നത് നമുക്കൊരു ഫോട്ടോ കോപ്പി എടുത്ത് അങ്ങനെ വെക്കാൻ പറ്റുമോ? ഫോട്ടോ കോപ്പി എടുത്ത് വെച്ച് PDF പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ അത് സേഫ് ആയിട്ട് വെച്ച് കയ്യിൽ വെച്ചോ. അപ്പൊ പിന്നെ എപ്പോഴും ഫോണിൽ നോക്കണ്ടല്ലോ. ഫോണിൽ നോക്കണ്ട. പിന്നെ പറയുന്നത് എന്റെ ഭാഗമാണ് പറയുന്നത് പറഞ്ഞിട്ട് അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞത് നമുക്ക് അവിടെ ചെക്ക് ചെയ്ത് എഴുതി വെക്കാം. എന്താണ് പറയുന്നത്? എന്റെ പാരഗ്രാഫില്ലേ, അത് ഇതിലിങ്ങനെ കാണിച്ചിട്ട് നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുമ്പോ, PDF എടുത്ത് ഓരോന്ന് പറഞ്ഞു തരുമ്പോ അതിന്റെ മലയാളം അതായത് അതിന്റെ മീനിങ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നാ അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാം നോട്ടില്. PDF എടുക്കുകയാണെങ്കിൽ പ്രിന്റ് എടുക്കുകയാണെങ്കിൽ അത് പറ്റും. എല്ലാവർക്കും കാര്യം ചെയ്യും, ഒരു നോട്ട്ബുക്കും വേണം. മേഡം, നമുക്ക് നോട്ട്സ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുവാണോ? മാം ഇതാണ് PDF എടുത്തത്. മാം ഒരു ഇപ്പൊ ഒരു മിനിറ്റ്, എല്ലാവർക്കും ഡൗട്ട് ലാസ്റ്റ് പോർഷനിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ടൈം ആവുമ്പോ ഇത് ചെയ്യാം. ഞാനിപ്പോ എടുത്ത പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഞാനപ്പോ അടുത്ത പോർഷനിലേക്ക് പോവാണ്. നമ്മ പറഞ്ഞു ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് വെച്ചാല് നമുക്ക് ഇൻഫെക്ഷൻ ആയിട്ട് ഫുഡ്, വാട്ടർ, അങ്ങനെ ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മെത്തേഡ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നോക്കാം, ചാപ്റ്റർ യൂണിറ്റ് 4 ആണ്. പാർട്ട് 1 യൂണിറ്റ് 4 ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്. ഇൻഫെക്ഷൻ ഡിസീസ് ആണ് എങ്ങനെ
ഫുഡ് ഐറ്റംസ് വഴി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മലിനമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് വഴി നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊക്കെ എന്താ പറയാ ഈച്ചയൊക്കെ വന്നിരിക്കുന്ന ഫുഡ് കഴിക്കാന്ന് വിചാരിക്കും. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് തുറന്നൊരു കാരണവശാലും വെക്കരുത്. കാരണം എന്താണ്, അതിൽ ഈച്ച ഏതെങ്കിലും പ്രാണികളൊക്കെ വന്നിരിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. എന്നോട് ക്ഷമിക്കണം, ഞാൻ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞിട്ട് ഞാൻ പോർഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫുഡ് ഐറ്റംസ് ഇട്ടാ എങ്ങനെയാണ് നമ്മൾ മലിനമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ വരും. അതുകൊണ്ടാണ് ഈ ഹോട്ടലിലൊക്കെ മലിനമായ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പഴകിയ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് ഫൈൻ ഇടുന്നതൊക്കെ. എന്തുകൊണ്ടാണ്? ഇത് കഴിച്ചിട്ട് ആൾക്കാർക്ക് എന്ത് വരുന്നുണ്ട്? അസുഖങ്ങൾ വരുന്നുണ്ട്. വയറുവേദനയും അതേപോലെ തന്നെ എന്താ പറയാ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നോക്കാം. ഫുഡ് ഐറ്റംസ് ആണ് പറയണേ. കൺസ്യൂമിങ് ഫുഡ് വിച്ച് ആർ അഫക്റ്റഡ് ബൈ ഫ്ലോട്ട്സ് ഓർ അതർ ഇൻസെക്ട്സ് ഈസ് ദ റീസൺ ഫോർ വേരിയസ് ഡിസീസ് ആൻഡ് ഇൻഫെക്ഷൻസ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഇൻസെക്ട്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിരുന്നിട്ട് അത് നമുക്ക് ഇൻഫെക്ഷൻ വരുത്താനും അസുഖങ്ങൾ വരുത്താനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കണം. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ മാക്സിമം എങ്ങനെയാണ് സ്റ്റോറൊക്കെ ചെയ്താണ് വെക്കുന്നത്. അതേപോലെ ഈച്ചയൊന്നും വന്നിരിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഡബ്ബയൊക്കെ അടച്ച് അതേപോലെ പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടച്ചു വെക്കാനാണ് ചെയ്യാറ്. അപ്പോ ഇങ്ങനെ വരുന്ന കേസുകളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മിപ്പോ എന്താ പറയാ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോ ഫുഡ് ഇൻഫെക്ഷൻ ആണ് എന്ന് പറയണത് ഇപ്പൊ കുറച്ചും കൂടി കോമൺ ആയിരിക്കും. നമ്മൾ എല്ലാവരും ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം കടയിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര ഫുഡ് ഇൻഫെക്ഷൻ ആണ്, അയ്യോ എനിക്ക് പറ്റണില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണ്, അഡ്മിറ്റ് ആണ്, ട്രിപ്പ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എപ്പോഴും ഫുഡ് പോയിസൺ ആണെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കോമൺ ആയിട്ട് കേൾക്കാണ്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ മലിനമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ടാണ് ഈ അസുഖം വന്നത്. ഇതിൽ നമ്മൾ അറിയാണ്ട് എന്തെങ്കിലും ബാക്ടീരിയാസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസെക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുത്തുന്ന അസുഖങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഐറ്റംസ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലാണ് ഈ ഭക്ഷണത്തിലൂടെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? ഫുഡ് ഇൻഫെക്ഷൻസോ ഫുഡ് പോയിസൺ ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഫുഡ് ഐറ്റംസിൽ കൂടെ നമുക്ക് എന്ത് വരുന്നത്? അസുഖങ്ങൾ വരുന്നത്. മാക്സിമം നമ്മൾ കുട്ടികളോട് പറയാം, നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ആ ഭക്ഷണം കൊണ്ടുവന്ന ബോക്സ് തുറന്നു വെക്കാൻ പാടുള്ളൂ. അത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടച്ചു വയ്ക്കുക. അതേപോലെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എവിടെയും പോവുക അങ്ങനെ ഒന്നും ചെയ്യരുത്. തുറന്നു വെച്ചിട്ട് ഒരിക്കലും കൈ കഴുകിയിട്ട് വരാമെന്ന് വിചാരിക്കരുത്. ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേണം കൈയൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് നല്ല സോപ്പൊക്കെ ഇട്ട് കഴുകി വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് തുറക്കാം. ഭക്ഷണം കഴിക്കാൻ അടച്ചു വെക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കഴുകാനായിട്ട് പോണ ആ സമയം കൊണ്ട് ചിലപ്പോൾ ഈച്ചയൊക്കെ വന്നിരിക്കാനോ ഈച്ചയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ എവിടെയൊക്കെ പോയിട്ടാണ് വന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാക്സിമം ആ ഡബ്ബ ക്ലോസ് ആയിട്ട് വെക്കണമെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലാണെങ്കിലും ഇതേപോലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമ്മുടെ കുട്ടികൾ ഭക്ഷണം കൊടുക്കുക, നമ്മൾ വീട്ടില് ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് മൂടി വെക്കാനായിട്ട് മാക്സിമം ആയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഫ്ലൈസ് ഒക്കെ വന്ന് അതിലിരിക്കാനും ഇൻഫെക്ഷൻസ് ഒക്കെ കൊണ്ടുവരാനും കാരണമാവും. ഓക്കെ. Food items consuming food which are affected by floats and other insects is the reason for various disease and infections. ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഇൻസെക്ട്സ് ഒക്കെ വന്നിരിക്കുന്ന ഫുഡ് ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വേറെ അസുഖങ്ങൾ ഇൻഫെക്ഷൻസ് വരാനും അസുഖങ്ങൾ വരാനും കാരണമാവും. ഫ്ലൈ ഈസ് ദ മേജർ കാരിയർ ഓഫ് ദി ഇൻഫെക്ഷൻ. നമ്മുടെ ഈച്ചകളാണ് നമ്മുടെ എന്താ പറയാ ഈ ഇൻഫെക്ഷൻ ക്യാരി ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഏജൻസ് എന്ന് പറയുന്നത്. ഫുഡ് ഇൻഫെക്ഷന് മെയിൻ ആയിട്ട് പരത്തുന്നത് ആരാണ്? ഈച്ചകളാണ്. ഈ ഈച്ചകൾ പല പല സ്ഥലത്ത് പോയിരുന്നിട്ടായിരിക്കും നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങളുടെ കാലുന്ന ഇൻഫെക്ഷൻസ് ഉള്ള എന്താ പറയാ ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഫുഡും ഇരിക്കുമ്പോ ആ ഫുഡിലേക്ക് അത് സ്പ്രെഡ് ചെയ്യണോ, നമ്മൾ അറിയാണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അത് നേരിട്ട് പോവാണ്. നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴും ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോഴൊക്കെ മൂടി വെക്കാനായിട്ട് നോക്കാം. പെട്ടെന്ന് തുറന്ന് അപ്പൊ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് മാക്സിമം എന്ത് ചെയ്യാ ട്രൈ ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ ഏജന്റ് ആണ് അല്ലെങ്കിൽ രണ്ടാമത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ വഴി സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊക്കെ അറിയാം, കൊറോണ ഒക്കെ വന്ന സമയത്ത് നമ്മളെല്ലാവരും എയറിനെ വരെ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ തുമ്മുമ്പോ പോലും നമുക്ക് പേടിയായിരുന്നു. അതിൽ കൂടെ നമുക്ക് എന്ത് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് പേടിയായിരുന്നു. അപ്പൊ നമുക്ക് എയർ വഴി അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരാൾ തുമ്മുമ്പോ സാധാരണ ഒന്നും ചെയ്യാണ്ട് തുമ്മാണെങ്കിൽ
ഇങ്ങനെ തുമ്മാണെങ്കിൽ അയാളുടെ ആ ഒരു സമയത്ത് അയാൾക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യണം. എന്തിലേക്ക്? എയറിലേക്ക് സ്പ്രെഡ് ചെയ്യണം. അത് മറ്റു ആൾക്കാർക്ക്, അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കുട്ടികളോട് പറയേണ്ട കാര്യം, കുട്ടികളെ ശീലിപ്പിക്കേണ്ട കാര്യം, നിങ്ങൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ, ചുമയ്ക്കുമ്പോ എങ്ങനെയാണ് ഇങ്ങനെ പിടിച്ച് ചുമയ്ക്കാനായിട്ട് നോക്കുക. തുമ്മുമ്പോൾ ഇതിലെ കർച്ചീഫ് അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഷർട്ടിന്റെ അകത്തേക്ക് തുമ്മാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാം. കാരണം നമ്മ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, കുട്ടികളിലെ ഈ ഒരു ഹൈജീനിക് വളർത്തിയെടുക്കാനായിട്ട് നോക്കണം. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യണം. അവർക്ക് ഒന്നും അറിഞ്ഞുകൂടെ അവർക്ക് നമ്മുടെ അടുത്തേക്ക് വരുമ്പോ നമ്മൾ അവർക്ക് വേണ്ട ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും എന്ത് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് വേണം തുമ്മാനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വെറുതെ ചുമക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് എന്താണ് അണുക്കള് നമ്മുടെ എയറിലേക്ക് പോവുകയും അവിടെ ഉള്ള ആൾക്കാർക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഒരു 10ഓ 20ഓ കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കും. ക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്, അവിടെ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അത് കുട്ടി ചുമക്കുക അല്ലെങ്കിൽ തുമ്മയാണ് ചെയ്യണത്. ആ സമയത്ത് കുട്ടിക്ക് ആ ഒരു അസുഖം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഈ അസുഖം വരാനുള്ള ചാൻസ് എങ്ങനെയാണ് കൂടുതലാണ്. അങ്ങനെ ഈ എയർ വഴി എന്ത് ചെയ്യണത്, അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യണത്. ഓക്കെ, എയർ ഇറ്റ് ഈസ് ദ മെയിൻ മീഡിയം ഓഫ് സ്പ്രെഡിങ് ഡിസീസ് സ്പ്രെഡ് ചെയ്യാനുള്ള മെയിൻ മീഡിയം ആയിട്ടാണ് എന്ത് കണക്കാക്കുന്നത്, എയർ കണക്കാക്കുന്നത്. When the patient coughs in and thousands of germs spread in the air. ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ചീസ് ചെയ്യുമ്പോഴോ എന്താണ് thousands of germs ആണ് എങ്ങോട്ട് പോണത്, എയറിലേക്ക് സ്പ്രെഡ് ആവണത്. They carried through air and get into the body of the person having less immunity power. അപ്പൊ എന്താണ് ഇത്, അസുഖങ്ങൾ എയർ സ്പ്രെഡ് ചെയ്യാണ്, എയർ ക്യാരി ചെയ്യണമെന്നിട്ട് ഇമ്മ്യൂണിറ്റി കുറവുള്ള വ്യക്തി, സാധാരണ ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരാൾ തുമ്മിന്ന് വലിയ പ്രശ്നം വരില്ല. ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളത്, മെയിനായിട്ട് ഇമ്മ്യൂണിറ്റി പവർ ആർക്കാണ് കുറവ്, കുട്ടികളിലാണ് കുറവ്. ഈ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള കുട്ടികളുടെ പെട്ടെന്ന് ഇത് അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ എയർ വഴി സ്പ്രെഡ് ചെയ്യണ അസുഖങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയണത്. കഫ് വരാം, കോൾഡ് മെലൈസിസ് വരാം, 5ാം വരിയിലാണ് അങ്ങനെ പറയണത്. മെലൈസിസ്, സ്മോൾ ബോക്സ്, ചിക്കൻ ബോക്സ്, അതേപോലെ ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷയം. ഇതൊക്കെ എങ്ങനെയാണ് എയറിലൂടെ സ്പ്രെഡ് ചെയ്യണതിനുള്ള എക്സാമ്പിൾസ് ആണ്. ആർ ദ എക്സാമ്പിൾസ് ആൻഡ് സ്പ്രെഡ് ഔട്ട് എയർ. ഇതെങ്ങനെയാണ് നമ്മുടെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, എയറിലൂടെ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള കുട്ടികള് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചുമക്കുന്ന കുട്ടികൾ ക്ലാസ്സിൽ കാണുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ എന്ത് ചെയ്യണം, ഐസോലേറ്റ് ചെയ്യണം, മാറ്റി നിർത്തണം. മറ്റു കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ആ വയ്യാത്ത കുട്ടിയെ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ, മാറ്റി നിർത്തിയിട്ട് അവരുടെ പാരന്റ്സിനോട് പറയും, കുട്ടിക്ക് തീരെ വയ്യ, നിങ്ങൾ വന്ന് കുട്ടീനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ച് അസുഖം മാറിയിട്ട് കൊണ്ടുപോകാൻ മതി. കാരണം ഇവിടേക്ക് കുട്ടികൾ ഉള്ളതാണ് അവർക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മ എന്ത് ചെയ്യണം, ഈ അസുഖം എന്താണെന്ന് തിരിച്ചറിയുകയും വേണം. ഇതെന്ത് അസുഖമാണ്, സാധാരണ സ്പ്രെഡ് ചെയ്യണതാണോ സ്പ്രെഡ് ചെയ്യാത്തതാണോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റണം. ഇനി അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് ആണ് പറയണത്. അനിമൽസ് വഴിയും എന്ത് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാറുണ്ട്, അനിമൽസ് വഴി എങ്ങനെയാണ് ഈ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാറുണ്ട്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് പറയണ, ഈ കൊതുകുകൾ വഴി മലേറിയ, ചിക്കൻ ഗുനിയ അങ്ങനെ അസുഖങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കൂടാണ്ട് ഇപ്പൊ നിപ്പ ഉണ്ടല്ലോ, നിപ്പ എന്ന് പറയുന്ന അസുഖം നമ്മളിപ്പോ വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ സ്പ്രെഡ് ചെയ്യണത്, വവ്വാലുകൾ വഴിയാണ് സ്പ്രെഡ് ചെയ്യണത്. ഇപ്പൊ വവ്വാലുകൾ കഴിച്ച പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അത് അറിയാണ്ട് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നിപ്പയുടെ വൈറസ് എന്ത് ചെയ്യണം, ശരീരത്തിൽ പോയി അത് മരണത്തിന് വരെയും കാരണം. അത്രയും ഭയങ്കര എന്താ പറയാ, ഇൻഫെക്ഷൻ കൂടുതലാണ്. ഡെത്ത് റേറ്റ് എന്ന് വെച്ചാല് കൊറോണ പോലെ ഒന്നല്ല നിപ്പ എന്ന് പറയുന്നത്, ഡെത്ത് റേറ്റ് ഭയങ്കര കൂടുതലാണ് നിപ്പ എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾക്ക്. അപ്പൊ അനിമൽസും അതർ ക്രീച്ചേഴ്സും കാരണം നമുക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെയാണ് നമ്മൾ വളർത്തുന്ന ഡോഗ്സ്, പെറ്റ് ഡോഗ്സ് ഒക്കെ ഉണ്ടാവില്ല, അതിന്റെ കടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലും നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഈ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയൊക്കെ ഇരുന്നല്ലോ. നോക്കാട്ടാ, അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിനെ കുറിച്ചാണ് പറയണത്. Beside flies, mosquitoes, insects, bats, and other creatures like pet dog, farm animals, and even birds are responsible for carrying
ഇൻഫെക്ഷൻ, ക്യാരിങ് ഫോർ ഇൻഫെക്ഷൻ. അപ്പൊ എന്തൊക്കെയാണ്? ഫ്ലൈസ്, ഈച്ചകൾ കാരണം നമുക്ക് അസുഖം വരാറുണ്ട്. ഞാൻ പറഞ്ഞു ഫുഡിലൊക്കെ വന്ന് ഈച്ചകൾ ഇരിക്കുമ്പോൾ ആ ഫുഡ് നമുക്ക് കൺസ്യൂം ചെയ്യണമെങ്കിൽ നമുക്ക് അസുഖം വരും. അപ്പൊ ഫ്ലൈസ് ഓക്കെയാണ്. മൊസ്കിറ്റോസ് പരത്തുന്ന 2 മെയിൻ അസുഖങ്ങളാണ് മലേറിയ, ചിക്കൻ ഗുനിയ. നമുക്ക് അറിയണ 2 അസുഖങ്ങളാണ് മലേറിയ, ചിക്കൻ ഗുനിയ. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ പരത്തുന്നുണ്ട് മൊസ്കിറ്റോസ്. ഇൻസെക്ട്സ്, ബാക്കി എന്തെങ്കിലും ഇൻസെക്ട്സ് വരുന്നുണ്ട്. പിന്നെ റാറ്റ് ഫീവർ, എലിപ്പനിയൊക്കെ റാറ്റാണ്. റാറ്റിന്റെ എന്താ പറയാ അവശിഷ്ടങ്ങള് വഴിയാണ് നമുക്ക് അസുഖം സ്പ്രെഡ് ആവണം. ഇപ്പൊ നമ്മുടെ കാലത്തൊക്കെ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അതിൽ റാറ്റ് മലമൂത്ര വിസർജനം വല്ലതും ഉണ്ടെങ്കിൽ എലികളുടെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചവിട്ടിനോട് കൂടി നമ്മുടെ ശരീരത്തിലേക്ക് അത് എന്താവേണ്, ശരീരത്തിലേക്ക് അത് കയറി അങ്ങനെ നമുക്ക് അസുഖങ്ങളായിട്ട് എലിപ്പനിയൊക്കെ ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പറഞ്ഞ അതർ ഫീച്ചേഴ്സ് പറഞ്ഞത് പെറ്റ് ഡോഗ്സ്, നമ്മൾ വളർത്തുന്ന നായ, അവർക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, വാക്സിൻ ഒക്കെ എടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ ബൈറ്റ് കാരണമൊക്കെ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഫാം ആനിമൽസ്, നമ്മൾ വളർത്തുന്ന കന്നുകാലി, പക്ഷിപ്പനി, പന്നിപ്പനി, H1N1, അങ്ങനെ പല അസുഖങ്ങളും ഫാം ആനിമൽസിൽ നിന്ന് നമുക്ക് വരാറുണ്ട്. ഈവൻ ബേർഡ്സിന് എക്സാമ്പിൾ ആണ് നിപ്പ. പിന്നെ പക്ഷിപ്പനിയൊക്കെ ബേർഡ്സിന് എക്സാമ്പിൾ ആണ്. ആർ റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഇൻഫെക്ഷൻസ് ഒക്കെ വരുത്താനുള്ള കാരിയേഴ്സ് ആയിട്ട് ഈ അനിമൽസും ഈ ക്രീച്ചേഴ്സും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ അസുഖങ്ങളാണ് തന്നെയെന്നാണ്? ഫിലാരസിസ്, ടൈഫോയിഡ്, മലേറിയ, പ്ലേഗ്, കോളറ, ടെൻസ് ഫീവർ. ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യണത് വരുന്നത്. നമുക്കിനി ഓരോ അസുഖം എന്താണെന്നും അതെങ്ങനെയാണ് വരുന്നത്, അതിന്റെ റീസൺ എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പേര് മാത്രമാണ് ഇപ്പൊ ഇവിടെ കവർ ചെയ്ത് പോയത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഡ്രിങ്ക് ലൈക്ക് വാട്ടർ, ഐസ്, സോർബറ്റ്. നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ നിന്നല്ലാണ്ട് പുറത്തുനിന്നൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രിങ്ക് ചെയ്യാനായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളമായിട്ടാണ് ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കഴിക്കുന്നത്. ഈ ജ്യൂസിലൂടെയൊക്കെ മലിനമായിട്ടുള്ള വെള്ളം ഉപയോഗിച്ചാണ് ഈ ജ്യൂസ്, ഷേക്ക് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതുവഴി നമുക്ക് എങ്ങനെയാണ് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. ഇൻ ദ മാർക്കറ്റ്, ടീ, കോഫി, സോർബറ്റ് ആർ സോൾഡ് ഇൻ ഓപ്പൺസ്. നമ്മുടെ മാർക്കറ്റിൽ ചായയും കോഫിയും അതേപോലെ സർബത്തൊക്കെ എങ്ങനെയാണ് ഓപ്പൺ ആയിട്ടാണ് വിൽക്കൊടുക്കുന്നത്. There are contained by dust and other dirt particles. ഇപ്പൊ നമ്മളിപ്പോ ചായയൊക്കെ ചോദിച്ചാൽ ചായ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ തന്നെ ഭയങ്കര പൊടിയൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ അവിടേക്ക് ഡസ്റ്റ് വന്ന് വീഴാനും അത് നമ്മ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതേപോലെ തന്നെ തുറന്നിരിക്കുന്ന ചായയിലൊക്കെ ഈച്ചയൊക്കെ വന്നിരിക്കാനുള്ള ചാൻസ് എങ്ങനെയാണ് വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് അതുവഴി നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതെന്തൊക്കെ അസുഖത്തിന് കാരണം ആക്കുന്ന പറയണത്? നമ്മളിപ്പ ശുദ്ധമല്ലാത്ത വെള്ളം വെച്ചാണ് ഭക്ഷണമല്ല വെള്ളം കുടിക്കുന്നതോടുകൂടി, മലിനമായ വെള്ളം കുടിക്കുന്നതോട് നമുക്ക് വരുന്ന അസുഖങ്ങളാണ് ഡയസെൻട്രി. നമുക്ക് എന്താ പറയാ ലൂസ് മോഷൻ, അതേപോലെ കോളറ വരാനുള്ള ചാൻസ് ഉണ്ട്. ഫീവർ, ടൈഫോയിഡ്, ഇങ്ങനത്തെ ഡിസീസസ് നമുക്ക് ഇങ്ങനെ വെള്ളത്തിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഡയസെൻട്രി, കോളറ, ഫീവർ, ടൈഫോയിഡ്. കേട്ടോ, ആർ ദ ഡിസീസ് വിച്ച് സ്പ്രെഡ് ത്രൂ ദ മീഡിയ. നമ്മുടെ വാട്ടറിലൂടെയാണ് ഈ ഡിസീസ് ഒക്കെ എന്ത് ചെയ്യണത്? സ്പ്രെഡ് ചെയ്യണത്. ഓക്കെ. ഇനി നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെയാണ് കളിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോ അവരുടെ കൈയും കാലം ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഡേറ്റി ആയിരിക്കും അല്ലെ? പറമ്പിലും പാടത്തൊക്കെ പോയി കളിച്ചിട്ട് വരുമ്പോ അവരുടെ കൈയും കാലൊക്കെ, ഫുട്ബോളൊക്കെ കളിക്കുന്ന കുട്ടികളാണെങ്കിൽ പറയേ വേണ്ട, അവരൊക്കെ എന്താണ് കൈയും കാലൊക്കെ ഭയങ്കര ഡേറ്റി ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ നമുക്ക് കുട്ടികളോട് എന്ത് പറഞ്ഞു കൊടുക്കാം? നിങ്ങൾ കളിക്കാനൊക്കെ പോകണത് നല്ലതാണ്, പക്ഷെ എന്നാലും നിങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ നമ്മൾ വീട്ടിലാണെങ്കിൽ എന്ത് പറയാ, എല്ലാ ദിവസവും ആ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി വാഷ് ചെയ്യാം. നമ്മുടെ ബോഡി നല്ല രീതിയിൽ സോപ്പൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യാം. ഇനിയിപ്പോ അത് സ്കൂളുകളാണെങ്കിൽ കൈയൊക്കെ നല്ല രീതിയിൽ സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ക്ലാസ്സിലേക്ക് കയറാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാനും അങ്ങനെ പാടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനും മുമ്പും ശേഷവും കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. നല്ല രീതിയിൽ എന്ത് ചെയ്യണം? നല്ല സോപ്പ് ഇട്ട് അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ ഹാൻഡ് വാഷ് ഇട്ടോ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? വാഷ് ചെയ്യണം നമ്മുടെ കൈ. അതേപോലെ തന്നെ എന്നിട്ട് വേണം ഭക്ഷണം എന്ത് ചെയ്യാനായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കൂടാണ്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം കുടിക്കണം, ബ്രഷ് ചെയ്യണം. അങ്ങനെ ചെറിയ ശീലങ്ങളൊക്കെ അവരിൽ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കണം. നമുക്ക് പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. അവർ ചിലപ്പോൾ അവർ കൈ നോക്കുമ്പോൾ അവർക്ക് അഴുക്ക് തോന്നിയില്ലെങ്കിൽ അവർ ഭക്ഷണം ആ ഒരു കൈ വെച്ച് കഴിക്കും. ചിലപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ അണുക്കൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുത്തുന്ന എന്താ പറയുന്നത് ഇൻസെക്ട്സുകൾ നമ്മുടെ കയ്യിലുണ്ടാവും. അതുവഴി നമ്മുടെ അകത്തേക്ക് ഭക്ഷണം കഴിക്കുന്നത് വഴി അത്
നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് പോയി നമ്മൾക്ക് അത് അസുഖം വരക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എന്ത് പറയണം കുട്ടികളോട്? കൈയും മുഖമൊക്കെ കഴുകിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് വരാനായിട്ട്, കളിയൊക്കെ കഴിഞ്ഞിട്ട്. Dirty hands and feet. Children should be trained to wash their hands and feet constantly, especially after any travel or sports. മെയിൻ ആയിട്ട് കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണേ, നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ കളിക്കാൻ പോയിട്ട് വരുമ്പോഴോ എന്ത് ചെയ്യണം? കൈയും കാലൊക്കെ നല്ല രീതിയിൽ കഴുകണം. There are thousands of germs in the soil. നമ്മുടെ മണ്ണില് എന്താണ് ഒരുപാട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ എന്തുണ്ട് ജേംസ് ഉണ്ട്. After playing with the soil, may take the food without washing their hands properly. അപ്പൊ നമ്മള് കളിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വന്ന് അവരൊന്ന് കൈയൊന്നും കഴുകാണ്ടാണ് ഭക്ഷണം കഴിക്കണമെങ്കിൽ thus germs get into the body and bring disease. അങ്ങനെയാണെങ്കിൽ അവർ കഴിക്കുന്നതിലൂടെ നമ്മുടെ അണുക്കൾ ശരീരത്തിലേക്ക് പോകാനും നമുക്ക് അസുഖം വരത്താനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇങ്ങനെ വരുന്ന അസുഖങ്ങളാണ് പറയുന്നത്. ഡിസീസസ് ലൈക്ക് പോളിയോ, ഡൈസെൻട്രി, ടെറ്റനസ് എക്സെട്ര ആർ ട്രാൻസ്മിറ്റഡ് ദിസ് വേ. ഇങ്ങനത്തെ അസുഖങ്ങളാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനത്തെ അസുഖങ്ങളാണ് ഈ വഴി തന്നെ എന്നാ പറയണത്. ഏതൊക്കെ അസുഖങ്ങളാണ്? പോളിയോ വരാൻ ചാൻസ് ഉണ്ട്, ഡൈസെൻട്രി വരാനുള്ള ചാൻസ് ഉണ്ട്, ടെറ്റനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലൊക്കെ ഒന്ന് മുറിവുണ്ടെന്ന് വിചാരിക്കും. കുട്ടികളൊക്കെ എപ്പോഴും കളിക്കാനൊക്കെ പോയിട്ട് കാലൊക്കെ മുറിവുണ്ടെന്ന് വിചാരിക്കും. മുറിവുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? വീണ്ടും പാടത്തും പറമ്പത്തൊക്കെ കളിക്കാൻ പോകും. അവിടെ നിന്നൊക്കെ ഈ ചാണകത്തിന്റെ ഒക്കെ പശുവിന്റെ ഒക്കെ ചാണകം ഉണ്ടല്ലോ, അതിൽ നിന്നൊരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോ ടെറ്റനസ് എന്ന് പറയുന്ന ഒരു അസുഖം വരുത്താൻ കഴിവുള്ള ഒരു ബാക്ടീരിയ ഈ കൗളങ്ങളിലൊക്കെ ഉണ്ട്, ചാണകത്തിലൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനത്തെ അസുഖങ്ങളാണ് നമുക്ക് ഡേറ്റി ഹാൻഡും ഫീറ്റും കാരണം പറഞ്ഞത് കേട്ടോ. നമ്മ എന്താ പറഞ്ഞത്? ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ചാണ് പറഞ്ഞത്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ട പീരീഡ് ആണ്. ആ സമയത്ത് നമ്മൾ കുട്ടികളെ നല്ല രീതിയിൽ നോക്കണം. അവര് പുറത്തൊരു എൻവയോൺമെന്റ് ആയിട്ടും അതേപോലെ ആ കുട്ടികളായിട്ടും കൂടുതലായിട്ട് എന്ത് ചെയ്യണം? എൻഗേജ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. വളർന്നു വരുന്ന ആ ഒരു പീരീഡ് ആണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി കുറവാണ്. ആ സമയത്ത് അവർക്ക് വരുന്ന അസുഖങ്ങൾ എങ്ങനെയൊക്കെയാണ്, പിന്നെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മ ഇവിടെ പറഞ്ഞത്. കാരണം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി ഈ ക്ലാസ്സിനെ കുറിച്ച് ഓരോരുത്തർ പറയാം. ഈ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് ആണ് നമ്മൾ ഇന്ന് എടുത്ത ടോപ്പിക്. അപ്പൊ നിങ്ങൾക്ക് ചെറുപ്പകാലങ്ങളിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ മെസ്സേജ് അയക്കാം. എന്തായാലും പറയാം. പറയോ? ലെക്ചർ നോട്ട് ഇങ്ങനെ എടുത്താ പോരെ? ആ മതി മതിയാ. ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ കുട്ടിക്കാലങ്ങളിൽ നമുക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അസുഖം വന്നിട്ടുണ്ടാവില്ലേ? അത് ഈ ഫ്രഞ്ച് ഫീവർ എന്ന് പറഞ്ഞാൽ എന്ത് പനിയാണ്? എന്താണ് ഫ്രഞ്ച് ഫീവർ? ഓക്കെ, ഫ്രഞ്ച് ഫീവർ അവിടെ ആനിമൽസ് ആൻഡ് അതർ ക്രിയേറ്റേഴ്സ് ഉള്ള ഫ്രഞ്ച് ഫ്രഞ്ച് ഫീവർ എന്നാ പറയണത്. 5-ാം തന്നെയാണ് നോക്കിട്ട് ഞാൻ പറയാം കേട്ടോ. ആനിമൽസ് ആൻഡ് ക്രിയേറ്റേഴ്സ് അയിന്ന് വന്നതാണ്. എന്താണ്? 3-ാമത്തെ ഡോട്ടിലുള്ള ആനിമൽസ് ആൻഡ് അതർ ക്രിയേച്ചേഴ്സ് എന്നുള്ളതാണ് ഫ്രഞ്ച് ഫീവർ. അതർ ക്രീച്ചേഴ്സോ? മാഡം പറഞ്ഞ അത് തന്നെയാണ്. എന്താണ്? അനിമൽസ് ആൻഡ് അതർ ഫ്രഞ്ച് ഫീവർ എന്ന് പറഞ്ഞാല് കിടങ്ങ് പനി വെച്ചാൽ നമുക്കൊരു 5 ദിവസം വിട്ടുമാറാത്ത പനിയായിരിക്കും. ഭയങ്കര എന്താ വിറവലും കിടക്കും, അങ്ങനത്തെ ഒരു പനിയുണ്ട്.
കുട്ടികളുള്ളവർക്ക് അറിയാൻ പറ്റും. 5 ദിവസം സ്ഥിരമായിട്ട് അങ്ങനെ പനിക്കും. അങ്ങനത്തെ പനിയാണ് ട്രെഞ്ച് ഫീവർ എന്ന് പറയുന്നത് കേട്ടാ. ഓക്കെ. മിസ്സേ പറഞ്ഞോ. മിസ്സിന്റെ ക്ലാസ് കേൾക്കാൻ പറ്റിണ്ടായിരുന്നില്ല, ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ. റെക്കോർഡ് ക്ലാസ് നാളെ ഉച്ചയ്ക്കുള്ളിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ റെക്കോർഡ് ക്ലാസ് കാണാൻ കേട്ടോ. ഇതെങ്ങനെ പഠിക്കേണ്ടത്? ഫുള്ള് പഠിക്കേണ്ടതല്ലേ? നമ്മള് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോവാണെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ നോക്കിയിട്ട് ഇത് പഠിക്കേണ്ടത് കേട്ടോ. പഠിക്കാൻ ഇതിങ്ങനെ പോയിന്റ് ഇട്ട് പഠിക്കേണ്ടതാണോ അതോ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണോ എന്നറിയാൻ? വൺ വേർഡ് ക്വസ്റ്റ്യൻ MCQ ടൈപ്പ് ആണ് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പൊ MCQs ഫോളോ ചെയ്യണം. ഈ ക്ലാസ് കേട്ടാലേ നമുക്കത് എവിടെ നിന്നാണ് MCQ ഇട്ടിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ ക്ലാസ് കണ്ടതിന് ശേഷം MCQ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ. എത്ര എക്സാമാ മിസ് ഉണ്ടാവുക? എന്താണ് എക്സാം എത്ര ഉണ്ടാവുക? കൂടുതൽ ഡീറ്റെയിൽസ് ശരണ്യ മിസ് ആണ് ഇതിന്റെ നമ്മുടെ ക്ലാസ്സിന്റെ ടീച്ചറായിട്ടുള്ളത്. ആ ടീച്ചറിനോട് ചോദിക്കാം കേട്ടോ. ഈ ഫ്രഞ്ച് ഫീവർ എന്ന് പറയുന്നത് കോസസ് ബൈ ലൈസ് ആണ് കാണിക്കുന്നത്. അതായത് തലയിലെ പേന്, ഓവർ പേൻ, അതായിരിക്കോ? ഓവർ തലയിലൊക്കെ പേന് വന്ന കുട്ടികൾക്ക് അതുകൊണ്ട് വരുന്ന ഇൻഫെക്ഷൻസിന്റെ ഞാൻ കണ്ടിരുന്നു. ഞാൻ അത് സെർച്ച് ചെയ്തപ്പോ പേന്റെ കടുക് അപ്പൊ ചില കുട്ടികൾക്ക് ഓവർ ഈ തലയിൽ ലൈസ് ഉള്ള ഓവറായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവില്ലേ, അവർക്ക് വരുന്ന ഒരു ഇൻഫെക്ഷൻ ആയിരിക്കും അല്ലേ? മനസ്സിലായി. എന്റെ പേര് പറഞ്ഞതാ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ ചോദിച്ചല്ലോ, ഇങ്ങനത്തെ അസുഖം ആർക്കെങ്കിലും വന്നിട്ടുണ്ടോന്ന് ആരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഡൗട്ട് മിസ്, ഇന്ന് എടുത്തതിന്റെ ഈ നോട്ട്സ് എങ്ങനെ മിസ് കിട്ടുക? മിസ് ഇപ്പൊ എടുത്ത ടോപ്പിക്കിന്റെ നോട്ട്സ് ഇപ്പൊ ഈ ഓൾറെഡി PDF നിങ്ങളുടെ കയ്യിൽ ഇല്ലേ? ഉണ്ട്. ആ PDF-ലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മ നോട്ട്സ് എഴുതിയെടുക്കണം. ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് ചുമ്മാ നമ്മൾ പഠിക്കണ ഇംഗ്ലീഷിൽ തന്നെയാണോ പഠിക്കണ്ടേ? ഇംഗ്ലീഷിൽ തന്നെയാണോ മേഡം? അശ്വതി ദേവി ഒന്നും മനസ്സിലാവണില്ല പറയണത്. ഇംഗ്ലീഷിൽ തന്നെയാണോ എക്സാം ഇംഗ്ലീഷിലാടാ. ഓക്കെ. ഹലോ മാഡം, എന്താണ് സെപ്പറേറ്റ് നോട്ട്സ് ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാ. ഈ നോട്ട്സ് പ്രിന്റഡ് നോട്ട്സ് കയ്യിലുണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കണായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ നമുക്ക് ആ ചാപ്റ്റർ എടുക്കുമ്പോ തന്നെ ആ നോട്ട്സ് ആണ് കവർ ചെയ്ത് പോകും. മാഡം ഞാൻ ചോദിച്ചത് ഇംഗ്ലീഷിൽ തന്നെയാണോ പഠിക്കേണ്ടതെന്ന് ചോദിച്ചത്. ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിക്കേണ്ടത്. മലയാളം എന്തോന്ന് പറഞ്ഞുകൂടാ, ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചിട്ട് പറയാം. പിന്നെ അതേപോലെ മലയാളം പ്രശ്നമാണെങ്കിൽ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്യാം. ചില വേർഡുകളൊന്നും നമുക്ക് കിട്ടാൻ ചില ഒരുപാട് മലയാളം എടുത്ത് വന്ന കുട്ടികളുണ്ടാവില്ല. അവർക്ക് ഈ മലയാളം ഇംഗ്ലീഷ് വേർഡുകൾ കുറച്ചും കൂടി എന്താവില്ല, കോമൺ ആയിട്ട് മനസ്സിലാവില്ല. അപ്പൊ അത് ട്രാൻസ്ലേറ്റർ ഒക്കെ ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ഈ ഫുള്ളും ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. ഈ ഒരു പേജ് എടുത്ത് ട്രാൻസ്ലേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ മലയാളം നമുക്ക് കിട്ടും. ഓക്കെ മാം, ഒരു ചെറിയ ഡൗട്ടുണ്ട്. ഞാൻ എനിക്ക് വർക്കിംഗ് ആണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. റെക്കോർഡഡ് ക്ലാസ് എനിക്ക് സെൻഡ് ചെയ്ത് കിട്ടേണ്ടി വരും. പിന്നെ മോക്ക് ടെസ്റ്റ് എങ്ങനെയാ ചെയ്യേണ്ടത്? റെക്കോർഡഡ് ക്ലാസ് ആകുമ്പോൾ മോക്ക് ടെസ്റ്റിന്റെ കാര്യം എങ്ങനെയാണ്? മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അത് ഇവിടുന്ന് ടെക്നിക്കൽ സെഷനിൽ പറയൂട്ടാ. എന്താ മാം, ക്ലിയർ ആയില്ല. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓരോ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ ടീച്ചർമാര് എടുക്കുന്ന ടീച്ചർമാര് മോക്ക് ടെസ്റ്റ് തരും. അത് ടെക്നിക്കൽ തരുന്നത്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും നല്ല രീതിയിൽ നോട്ട്സിൽ എഴുതി വെക്കാം കേട്ടോ. നോട്ട് അല്ല, അത് നമ്മളുടെ ഗ്രൂപ്പിലേ വരുമോ? ലിങ്ക് ആയിട്ടാണോ വരിക? അത് പറയും കേട്ടോ. ക്ലാസ് കഴിയുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കലിന്റെ നമ്പർ ഉണ്ടല്ലോ, അവിടേക്ക് വിളിച്ചാൽ മതി. മാഡം, ടൈഫോയിഡും കൂടെ ഒന്ന് പറയാം. എന്താണ്? ഹലോ, ടൈഫോയിഡ് വന്നിട്ട് ഹലോ മാം, ഹലോ സുധ, ടൈഫോയിഡ് ടൈഫോയിഡ് അത് എന്റെ കൊച്ചിന് വന്നായിരുന്നു. അതെങ്ങനെയാ പകരുന്നത്? അപ്പൊ
അത് നമ്മുടെ തൊണ്ടയിൽ ബാധിക്കുക, അവിടെ പഴുപ്പ് വന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അത് കയറും. ആദ്യം കുഴപ്പമുണ്ടാവില്ല, പിന്നെ ചെവിയിലേക്കൊക്കെ അത് ബാധിക്കും. അപ്പൊ കേൾവി കുറവിനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ തലച്ചോറിലേക്കൊക്കെ ബാധിക്കുന്ന നമ്മുടെ ഫുള്ള് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇമ്മ്യൂണിറ്റി എന്നല്ല, ആ ഒരു ഇത് എന്താ പറയാ, വളരെ മോശമായിട്ട് നമ്മുടെ ബ്രെയിനൊക്കെ ബാധിക്കും. ഈ സീനാണ്. പിന്നെ അത് മഞ്ഞപ്പിത്തമൊക്കെ ആയിട്ട് പുതിയ ന്യൂമോണിയ ഒക്കെ ആയിട്ട് മാറാനുള്ള മാഡം പറഞ്ഞോ. പിന്നെ ഈ ക്ലാസ് പിന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് 5 മണിക്ക് ശേഷം ആക്കാൻ പറ്റുമോ? 5 മണിക്ക് ശേഷോ? ലൈവ് ക്ലാസ് ഈ ടൈമിലായിരിക്കും. എനിക്ക് ടൈമിന് മാറ്റമൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ലിങ്ക് ഇടും. ആ ലിങ്കിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈവനിങ്ങോ നിങ്ങളുടെ ഇഷ്ടമുള്ള ടൈമില്, രാത്രിയൊക്കെ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടാണെങ്കിലും ആ സമയത്ത് നമുക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം മോക്ക് ടെസ്റ്റ് നോക്കാം. ഓക്കെ, ഈ ക്ലാസ് പിന്നീട് എന്താണ് പിന്നെ നോക്കിയാൽ കിട്ടുമോ? നാളെ എന്താണ് ഇന്നത്തെ ക്ലാസ് നാളെ കിട്ടും. മിസ് ഒരു ഡൗട്ട് ഹലോ, എന്താണ് നാളെ കിട്ടണില്ലല്ലോ, പിന്നെ നോക്കുമ്പോ കിട്ടണില്ലല്ലോ, ക്ലാസ്സിലായി കിട്ടണില്ലല്ലോ. ഇന്നലത്തെ ക്ലാസ് വന്നിട്ടുണ്ട്. എനിക്ക് എല്ലാവരോടും പറഞ്ഞിട്ട് മനസ്സിലാവണല്ലോ. ഒരാൾ പറയോ? ഇന്നലെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഡൗട്ട് ഉണ്ട്? മിസ്സേ മഞ്ഞപ്പിത്തോ ഇതിലേതിലാ പെടുക? മഞ്ഞപ്പിത്തം ഇതിലേതിലാ? ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടറിലാണോ? വെള്ളം വഴിയല്ലേ മഞ്ഞപ്പിത്തം പകരുക, അല്ലെങ്കിൽ ആനിമൽസ് ആണോ? അല്ല, വൈറൽ ഇൻഫെക്ഷൻ അല്ലേ? ഈ മെയിൻ ആയിട്ട് പേഷ്യന്റിന്റെ എക്സ്പീറ്റ് ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് മഞ്ഞപ്പിത്തം ഉള്ള ഒരാള് എക്സ്പീറ്റ് എന്ന് വെച്ചാൽ അയാളുടെ ബ്ലഡിൽ കൂടെയൊക്കെയാണ് ഈ അസുഖം വന്നത്, മഞ്ഞപ്പിത്തം വന്നത്. അപ്പൊ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മ എന്താണ് തിളപ്പിച്ചാറ്റാത്ത വെള്ളം കുടിക്കുമല്ല, നേരെ വേഗം പോയി വെള്ളം കുടിക്കൂല്ലേ, അങ്ങനെ വെള്ളം കുടിക്കുമ്പോഴാണ് ഈ മഞ്ഞപ്പിത്തം വരുന്നത് കേട്ടാ. ഈ ഒരു അസുഖങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ കേട്ടാ. അപ്പൊ ബോയിൽഡ് അല്ലാത്ത വാട്ടർ കുടിക്കണോണ്ടാണ് മഞ്ഞപ്പിത്തം വരുന്നത്, തിളപ്പിച്ചാറ്റാത്ത വെള്ളം കുടിക്കണോണ്ട്. ഹലോ മാഡം. പറഞ്ഞോ ഫാത്തിമ. ഇപ്പൊ നമ്മള് മലയാളത്തിൽ ക്ലാസ് ഇങ്ങനെ പറഞ്ഞു തരുന്നില്ലേ, എക്സ്പ്ലെയിൻ ചെയ്തില്ലേ? എന്താണ് മലയാളത്തിൽ ക്ലാസ് പറഞ്ഞത്? ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ മാഡം വായിച്ചിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ലേ? അപ്പൊ ഞങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് ഒരു ഇന്നത്തെ ഇതിന്റെ നോട്ട്സ് ഞങ്ങൾക്ക് അങ്ങനെ തരൂ, അങ്ങനെയുണ്ടോ? അതായത് വൺ വേർഡ് ആണല്ലോ നമുക്ക് എക്സാമിന് വരണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇപ്പൊ ഇന്നെടുത്ത ചാപ്റ്റർ ഇപ്പൊ പോർഷൻ എടുത്തെങ്കിൽ വൺ വേർഡ്, അപ്പൊ അന്നത്തെ ഒരേ ഭാഗം ഞങ്ങൾക്ക് എഴുതി പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്കത് നമുക്ക് നോക്കാം. ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് വരുള്ളൂ. നമ്മളിവിടെ ഒരു ഇതില് വന്നാണ്ട് അടിച്ചു ആകെ ബില്ലൊക്കെ പോയി. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിസ്, ഈ MCQ ക്വസ്റ്റ്യൻസ് അല്ലാത്ത പാരാഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരുമോ? പഞ്ചായത്ത് പോയപ്പോ കേട്ടോ. അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ആക്ടിവിറ്റീസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഇപ്പൊ ബോൾ ഉണ്ടാക്കുക, അതേപോലെ ഒരു കുഞ്ഞു കുട്ടികളുടെ എങ്ങനെ നമ്മ പഠിപ്പിച്ചെടുക്കുക. പറഞ്ഞോ. ഇത് മലയാളത്തിൽ കിട്ടാൻ എന്താണ് മാഡം പറയല്ലോ ഈ ക്ലാസ് മലയാളത്തിൽ ഇതാക്കാൻ വേണ്ടിട്ട്? പറ്റും. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഈ PDF-ന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയിട്ട് ട്രാൻസ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് മലയാളത്തിൽ വരും. ഓക്കെ, ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ക്ലാസ് കേൾക്കാൻ പറ്റിയിട്ടില്ല. റെക്കോർഡ് ക്ലാസ് വിടാൻ പറ്റുമോ? ലിങ്ക് എന്താണ്? ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ പറ്റിയിട്ടില്ല, അപ്പൊ അതിന്റെ റെക്കോർഡ് ക്ലാസ് നാളെ കിട്ടും കേട്ടോ. ഇന്നത്തെ ക്ലാസ് അങ്ങനെയാണ്. ഇന്നത്തെ ക്ലാസ് നാളെ. ഇന്നലത്തെ ക്ലാസ്
ഇന്നലത്തെ ക്ലാസ് വന്നിട്ടുണ്ടല്ലോ ഗൂഗിൾ ക്ലാസ് റൂമില്. ഗ്രൂപ്പില് നോക്കട്ടെ, ചെക്ക് ചെയ്യാം. ഇന്നലത്തെ ക്ലാസ് ഓക്കെ ഓക്കെ. ഇന്നത്തെ ക്ലാസ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഇപ്പൊ നേരം വന്നിട്ട്, കുറച്ച് നേരമായിട്ടുള്ളൂ വന്നിട്ട്. മേഡം നമുക്ക് മൺഡേ ടു ഫ്രൈഡേ വരെ അല്ലേ ഉള്ളൂ? എന്താണ്? മൺഡേ ടു ഫ്രൈഡേ വരെ അല്ലേ ഉള്ളൂ ക്ലാസ്? ലൈവ് സെക്ഷൻ കയറിയില്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ഇന്ന് ചെയ്യാൻ പറ്റത്തില്ലയോ? എന്താണ്? നമുക്ക് ക്ലാസ്സിൽ കയറി മാത്രമേ മോക്ക് ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെ ക്ലാസ് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് വരുന്നത്. അപ്പൊ ആ ചാപ്റ്ററിലുള്ള എല്ലാ വീഡിയോസും എല്ലാവർക്കും ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്തവരാണെങ്കിൽ റെക്കോർഡ് വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം മോക്ക് ടെസ്റ്റ് ചെയ്യണമായിരിക്കും നല്ലത്. ഈ മോക്ക് ടെസ്റ്റ് എന്താണ് മിസ്സേ? എന്താടാ മോക്ക് ടെസ്റ്റ് എന്താണ്? മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചാൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഒരു 5 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10 1 വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിച്ചത്, നമ്മളിപ്പോ ക്ലാസ്സിൽ ഞാനാണ് ക്ലാസ് എടുക്കുന്നത്, ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് ആയിരിക്കും മോക്ക് ടെസ്റ്റ് തരുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്ത് നോക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. നമുക്ക് മൺഡേ ടു ഫ്രൈഡേ അല്ലേ ഉള്ളൂ ക്ലാസ്? മൺഡേ ടു ഫ്രൈഡേ മാത്രമേ ഉള്ളൂ എനിക്ക് ക്ലാസ്. അല്ല, നമുക്ക് മൺഡേ ടു ഫ്രൈഡേ വരെ അല്ലേ? മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ്. അതിൽ മൺഡേ ഫ്രൈഡേ ഞാനാണ്. വരുന്നുണ്ട്. എന്താണ് മാം ഇതിലൊക്കെ സബ്ജക്ട് വരുന്നുണ്ട്? ഇതില് ആയിട്ട് കുറച്ച് ആദ്യ പാർട്ട് നോക്കുക. അതില് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിൽ സെപ്പറേറ്റ് ആയിട്ട് വന്നത് കുറച്ച് തിയറി പോർഷൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് നമുക്കുണ്ട്. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യേണ്ട കുറെ ആക്ടിവിറ്റീസ്. ഇപ്പൊ സ്കൂളിലേക്ക് ടീച്ചേഴ്സ് ഒക്കെ ഇപ്പൊ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അവരെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണം. അപ്പൊ നമ്മൾ സ്കൂളിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മ ഓരോ കാര്യങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഇവർക്ക് ABCD എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ ചാർട്ടൊക്കെ വരച്ച് നല്ല ഉപയോഗിച്ച് ABC എന്നൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ നമ്മ അവരെ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് ആക്കാം. ആദ്യ തിയറി പോർഷൻസ് ആണ് മൊത്തം നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് പോകും. ഓക്കെ, താങ്ക് യു മാം. ഹലോ മാം. ഫൈനൽ എക്സാമിന് അപ്പോൾ 6 പേപ്പേഴ്സ് ആണോ ഉണ്ടാവുക? മൊഡ്യൂൾ വൈസ് ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. പിന്നെ എല്ലാ പേപ്പറും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ വരിക? എസ്സേ ടൈപ്പ് ഒന്നും ഇല്ല. ഇല്ല, ഓൺലി ഒബ്ജക്റ്റീവ് ടൈപ്പ് എല്ലാ സബ്ജക്റ്റും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ട്. പുതിയ സിലബസ് ആണല്ലേ മാം? ചെയ്യുമ്പോ പേടിയൊക്കെ തോന്നി. ഇംഗ്ലീഷിലാണ് ക്ലാസ് ഒക്കെ പോയി മനസ്സിലാവണില്ലല്ലോ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ട്രാക്കിലേക്ക് വരും. അപ്പൊ നമുക്ക് ഇയർ ഗ്യാപ്പ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഒരു കുറച്ച് നാളത്തേക്ക് ഒരുമിച്ച് ഇത് ഫോളോ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചിട്ട് പോകും. ഓക്കെ ഇന്ന് നടന്ന ക്ലാസിന്റെ മോക്ക് ടെസ്റ്റ് ഇന്നാണോ നാളെയാണോ ഉണ്ടാവുക? അല്ല, ഇന്ന് നടന്ന ക്ലാസ് ഉണ്ടല്ലോ, ഈ ചാപ്റ്റർ തീരുമ്പോഴാണ് മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അല്ലാതെ ഡെയിലി മോക്ക് ടെസ്റ്റ് ഇല്ല. ഈ മോക്ക് ടെസ്റ്റ് ഇല്ലാന്ന് എനിക്ക് അറിവ്. ഞാൻ മുമ്പത്തെ ബാച്ചുകളിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് മോക്ക് ടെസ്റ്റ്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇപ്പൊ ഒരു ചാപ്റ്റർ തീരുമ്പം അതിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് 1 വേർഡ് ആയിട്ട് അതിന്റെ ഒരു PDF സെൻഡ് ചെയ്തതിന് ശേഷം മോക്ക് ടെസ്റ്റ് വെച്ച് നമുക്ക് അത് പ്രിപ്പയർ ചെയ്തിട്ട് ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. നമ്മളിപ്പോ ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുള്ളൂ, മോക്ക് ടെസ്റ്റിന് ഇട്ടുള്ളൂ. ഓക്കെ, അതിന്റെ ഒരു PDF കൂടെ നമുക്ക് 1 by ക്വസ്റ്റ്യൻ ആൻസർ. ഇപ്പൊ ഒരു 25 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് ആൻസർ ഇങ്ങനെ ഓപ്ഷൻസ് വെച്ചിട്ട് അത് തന്നെ ഒന്ന് PDF ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് അത് പഠിച്ചിട്ട് വീണ്ടും ടെസ്റ്റ് കവർ ചെയ്യൂലോ. എല്ലാവർക്കും അത് ഭയങ്കര എളുപ്പമാവില്ലേ. അത് ലാസ്റ്റ് എക്സാം ഒക്കെ എടുക്കുമ്പോ ചിലപ്പോൾ സെൻഡ് ചെയ്തിരിക്കും. പക്ഷെ അത്രയും ഇങ്ങനെ ഇരിക്കും പോണേ കേട്ടോ. ക്ലാസ് വൈസ് ആയിരുന്നു. യൂണിറ്റ് ഏതായിരുന്നു? ഇത് യൂണിറ്റ് 4 ആണ്. പാർട്ട് 1 യൂണിറ്റ് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നലെ യൂണിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ക്ലാസ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നലെ യൂണിറ്റ് എടുത്തിട്ടില്ല. ഇല്ലല്ലോ. ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇല്ല. ഇന്നലെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യണ്ടല്ലോ. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ലെക്ചർ നോട്ട് ആയിട്ട് എടുത്തങ്ങ് പഠിച്ചാൽ പോരെ? അതായാലും മതി. ഇനി നോട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര്, എല്ലാവർക്കും ഒരേപോലെ പറ്റൂലല്ലോ. നോട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ അവർ പ്രിപ്പയർ ചെയ്ത് പഠിച്ചോ.
അല്ലെങ്കിൽ ലെക്ചർ നോട്ട് സ്വന്തമായിട്ട് എഴുതി പഠിക്കുക, അങ്ങനെ നോക്കിയാൽ മതി. നിങ്ങളിപ്പോ ക്ലാസ് കേൾക്കുമ്പോ എഴുതിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലാതെ ഫുള്ളായിട്ടൊന്നും പഠിക്കാനില്ലല്ലോ, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി. മേഡം ഒരു കാര്യം ചോദിച്ചിട്ട്, ഇത് മാഡം ഞങ്ങൾക്ക് മലയാളത്തിൽ ഇത് പറഞ്ഞു തന്നല്ലോ, അപ്പൊ നമ്മളിത് പഠിക്കുമ്പോ ഇത് മലയാളത്തിൽ തന്നെ പഠിക്കാതെ എക്സാം വരുമ്പോ ഇംഗ്ലീഷിലാണോ എക്സാം വരുന്നത്? ഇംഗ്ലീഷിലാണെന്നാണ് തോന്നുന്നത്. ഇനി എന്തെങ്കിലും മലയാളത്തിൽ ചെയ്യാൻ പറ്റുമോന്ന് ഞാൻ ചോദിക്കാം അടുത്ത ക്ലാസ്സിൽ. അല്ല മേഡം ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ല, ടെസ്റ്റ് ഇടുമ്പോ ഇംഗ്ലീഷിലാണോ ക്വസ്റ്റ്യൻ വരുന്നത്? ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ്. മാം ഇംഗ്ലീഷിലാണ് ടെസ്റ്റിംഗ്, പിന്നെ മലയാളത്തിൽ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ മാം, ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചു പോകണ്ടേ? മലയാളം ഹെൽപ്പ് ചെയ്യും. സ്കൂളിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും ഇംഗ്ലീഷിൽ തന്നെയല്ലേ ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്. CBSE സ്കൂളിലെല്ലാം മലയാളം ഇല്ലല്ലോ, ഫുൾ ഇംഗ്ലീഷ് അല്ലേ ഉള്ളൂ, സബ്ജക്റ്റ് അല്ലേ മലയാളം ഉള്ളൂ. അതെ, ക്ലാസ്സിലൊക്കെ പോകുമ്പോഴും അങ്ങനെയാണ്. LKG അവർക്ക് ഇംഗ്ലീഷിലാണ്. നമുക്ക് ഇപ്പൊ ആദ്യം കാണുമ്പോൾ ഇംഗ്ലീഷ് കണ്ടതിന്റെ പേടി ഉണ്ടാവും. ഇംഗ്ലീഷ് ക്ലാസ് ആണ് മിസ് എടുത്തത്, അങ്ങനെ പേടി നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. മലയാളം മീഡിയത്തിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ കുറച്ച് ടൈം കഴിയുമ്പോൾ, ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു ട്രാക്കിലേക്ക് വരും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. ചെറിയ ചെറിയ വേർഡുകൾ വായിച്ചു നോക്കാം. കിട്ടാത്തത് നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കാം, വീണ്ടും വായിക്കുക. നല്ല രീതിയിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന പ്രിന്റഡ് നോട്ട്സ് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഒന്ന് വായിക്കുക. ക്ലാസ് എടുത്ത പോർഷൻസ് ഉണ്ടല്ലോ, അതൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ടൈമിൽ ആ വീഡിയോ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ വായിക്കുക. ഒന്ന് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ എബിലിറ്റി ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഹലോ മാം, മാം ഒരു ഡൗട്ട്. നാളത്തെ ക്ലാസ്സിന്റെ ആ ഒരു പോർഷൻ ഏതാന്നുള്ളത് വാട്സപ്പിൽ ഒന്ന് സെൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇനിയിപ്പോ ഞാൻ എടുക്കാൻ പോണ, നമ്മളിപ്പോ ഇന്ന് ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കണ്ടിന്യൂഷന്റെ പ്രശ്നം വന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്തെടുക്കാൻ പോണെന്ന് വെച്ചാൽ യൂണിറ്റ് 4ന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. ഓക്കെ, അടുത്ത മൺഡേ എടുക്കാൻ പോണത്. അപ്പൊ അത് ഓക്കെ. യൂണിറ്റ് ഫസ്റ്റ് എടുക്കാണ്ട് എന്താ യൂണിറ്റ് 4 എടുത്ത്? എന്താണ് യൂണിറ്റ് ഫസ്റ്റ് എടുക്കാണ്ട് എന്താ യൂണിറ്റ് 4 എടുത്ത്? അത് എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക് യൂണിറ്റ് 4 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരണ്യ മിസ്സിന്റെ ടോപ്പിക് ആയിരുന്നു ഫസ്റ്റ് പോർഷൻ. ഇന്നലെ മിസ്സിന്റെ ടൈം ടേബിൾ ആയിരുന്നു. അപ്പൊ ടൈം ടേബിൾ അഡ്ജസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നേട്ടാ. തുടങ്ങണമെന്നല്ല നമ്മളെ ക്ലാസ് വരുന്നത്. എല്ലാരും ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് ആണ്, ഡിഫറെന്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. മാഡം തന്നെയല്ലേ എടുക്കുക? മനസ്സിലായില്ല. ഈ യൂണിറ്റ് ഫുൾ മാഡം തന്നെയല്ലേ എടുക്കുക? ഈ യൂണിറ്റ് ഫുള്ള് ഞാനായിരിക്കും എടുക്കുന്നത്. ഇനി എനിക്ക് തന്നിരിക്കുന്ന പോർഷൻസ് ഞാൻ പറയും നിങ്ങളുടെ അടുത്ത്. ഇനി അടുത്ത ചാപ്റ്റർ ആണ് ഞാൻ എടുക്കാൻ പോണേന്ന്. ഈ ചാപ്റ്റർ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കേട്ടോ. എല്ലാ ടീച്ചേഴ്സിനും ഒരേ വിഷയത്തില് ഒരേ ബുക്ക് തന്നെ എഴുതി പോന്നാ പോരെ? ഒരാൾ പറയോ? എല്ലാ ചാപ്റ്ററും ഓരോ ടീച്ചേഴ്സ് മാറി മാറി എടുക്കുമ്പോ എല്ലാവരും ഒരേ ബുക്ക് തന്നെ എഴുതി പോന്നാ പോരെന്ന്. അത് മതി. ഇപ്പൊ ഞാനും ശരണ്യ മിസ്സും മാത്രമേ ഈ സബ്ജക്ട് കൈകാര്യം ചെയ്യുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വേണമെങ്കിൽ ബുക്ക് എഴുതിക്കുക, ലെക്ചർ നോട്ട്സ് എഴുതിക്കുക, കുഴപ്പമൊന്നുമില്ല. ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൽ കുറച്ച് അവർക്ക് പോർഷൻസ് നിങ്ങൾ ഇംഗ്ലീഷിൽ കണ്ടിട്ടുണ്ടാകും, കുറച്ചും കൂടി കൂടുതലുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് പോർഷൻസ് ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പൊ സെപ്പറേറ്റ് നോട്ട് എടുത്ത് നിങ്ങൾ നോട്ട്സ് ഒക്കെ മിസ് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്ത് പോകണം നല്ലത്. എടാ ടൈം കഴിഞ്ഞടാ, അതുകൊണ്ട് ഇനി തിങ്കളാഴ്ച എന്റെ ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ സബ്ജക്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അങ്ങനെയാണോ ടോട്ടൽ സബ്ജക്ട് എടുക്കുന്നുണ്ട്? അത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയാം ടെക്നിക്കൽ സെഷനിൽ നിന്ന്. കമ്മ്യൂണിക്കേറ്റ് ഓക്കെ, താങ്ക് യു. ഈ ഫുള്ളുടെ നോട്ട് വന്നിട്ട് ഒന്നിച്ച് ഞങ്ങൾക്ക് പ്രിന്റ് എടുക്കായിരുന്നു. എന്താണ് PDF കിട്ടിയോ? PDF നോട്ട് കിടക്കുന്നുണ്ടല്ലോ, ക്ലാസ് റൂമിൽ കിടക്കുന്നുണ്ട്, ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട്. PDF ആയിട്ട് ഫോണിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പൊ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് തന്നെ ആരെങ്കിലും എന്താണ് പ്രെയർ പഠിച്ചിട്ട് വേണം വരാനായിട്ട്. ഒരാള് പ്രെയർ പഠിച്ചിട്ട് വരണം കേട്ടോ. ഇംഗ്ലീഷോ? ഫസ്റ്റ് ഏത് പ്രെയർ ആകുമ്പോഴും ആ പ്രെയർ ഒന്ന് ഇട്ടിരുന്നെങ്കിൽ ക്ലാസ് റൂമിൽ ഇടണം. പ്രെയർ ഏതാന്ന്? എന്താണ് പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? എല്ലാം എനിക്ക് മനസ്സിലായില്ല. പ്രെയർ മനസ്സിലായില്ല. ഓക്കെ, അത് ഇംഗ്ലീഷിൽ ഒരു പ്രെയർ ആണ്. അത് ജസ്റ്റ് നമുക്ക് കുഞ്ഞു പിള്ളേരോട് പറഞ്ഞു കൊടുക്കുമല്ലോ, അതേപോലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും
ഈ ഗൂഗിൾ വേണ്ട, യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പ്രയർ സോങ് എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും. അത് നിങ്ങൾ നോക്കിയിട്ട് ആരെങ്കിലും ഒരാൾ പ്രിപ്പയർ ചെയ്ത് വരാം. എല്ലാവരും പ്രിപ്പയർ ചെയ്തോ, അതിൽ ഓരോരുത്തരെ കൊണ്ട് ഓരോ ദിവസവും നമുക്ക് ചെയ്യിക്കാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. മിസ് എത്ര സബ്ജക്ട് ഉണ്ടെന്നാ പറഞ്ഞേ? തിങ്കളാഴ്ചയല്ലേ ഉള്ളൂ ക്ലാസ്? തിങ്കളാഴ്ച ഉള്ള ക്ലാസ്. താങ്ക് യു മാം. എല്ലാവർക്കും എല്ലാ ടോപ്പിക്കും മനസ്സിലായോ? ഇന്നലെ ഏത് ടോപ്പിക്കായിരുന്നു തുടങ്ങിയ ഇൻട്രൊഡക്ഷൻ? ഇന്നലെ ഏത് ടോപ്പിക്കായിരുന്നു തുടങ്ങിയത്? നമുക്കൊരു ബുദ്ധിമുട്ട്. ഇന്നിപ്പോ യൂണിറ്റ് 4 ആണ് എടുത്തത്. ഇന്നല്ല, ഇന്നലെ 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 ക്ലാസ് എടുത്തിട്ടില്ല. ഇന്നലെ നമുക്ക് എന്താണ് എന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തരിക ചെയ്തത്. ഇന്നത്തെ ക്ലാസ് ഇന്നലത്തെ ക്ലാസ് അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ട്. ഇതിൽ എത്ര സബ്ജക്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ മാം. അതിൽ നമുക്ക് സിലബസ് നമ്മുടെ ഇതില് ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ നമ്മുടെ സിലബസ് കൊടുത്തിട്ടുണ്ട് അവര്. അതൊരു ഇത് മൊഡ്യൂൾ അനുസരിച്ച്, ഇത് ഓരോ മൊഡ്യൂളാന്ന് തോന്നുന്നു. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. മൊഡ്യൂൾ നമ്മുടെ ഗ്രൂപ്പ് കിടപ്പുണ്ടല്ലയോ PDF ആയിട്ട്? PDF ആയിട്ട് അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്.